ഉണ്ണിയമ്മേ കുമ്പടി വന്നു. 10,000-ന് മുകളിൽ വോട്ടുകൾ ഞങ്ങൾക്ക് അവിടെയുണ്ട്. ഞങ്ങളുടെ വോട്ടുകൾ ഈ രണ്ടുപേർക്ക് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഞങ്ങൾ മത്സരിക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിൽ ആര് ജയിച്ചാലും BJP അവർക്ക് വോട്ട് കച്ചവടം നടത്തി, അവർക്ക് വോട്ട് മറിച്ചു കൊടുത്തു എന്നൊരു ആക്ഷേപം ഉണ്ടാവും. ഞങ്ങൾ സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ ഞങ്ങൾ മുന്നണിക്ക് ഒരു സ്ഥാനാർത്ഥിയെ കൊടുക്കുകയോ പൊതുസമ്മതനായിട്ടുള്ള സ്വതന്ത്രരെ നിർത്തുകയല്ല ചെയ്യുന്നത്. BJP ചിഹ്നത്തിൽ ഞങ്ങൾ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നു. സ്ഥാനാർത്ഥിയെ നിർത്തി എന്നുള്ളത് ശരി തന്നെ. നോമിനേഷൻ കൊടുക്കുന്ന അന്ന് രാവിലെയാണ് പുള്ളി BJP ആയത്. അതുവരെ BJP എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് വിദൂരത്തിലുള്ള എന്തോ ഒരു കാര്യമായിരുന്നു. ഇവനെന്ത് വിവരക്കാരാ ചോദിക്കണേ? അല്ല, തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പാർട്ടിയിൽ ചേർന്നിട്ടുള്ള ആളുകൾ പാർട്ടിയുടെ വക്താക്കളായിട്ട് ചർച്ചയിലൊക്കെ പങ്കെടുക്കുന്നുണ്ട്. അതൊന്നും നമ്മുടെ രാഷ്ട്രീയത്തിൽ പാടാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഇതെന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സംശയമുണ്ടോ? അദ്ദേഹത്തിന് അന്നാണ് BJP ആണ് ശരിയായിട്ടുള്ള ഒരു ഓപ്ഷൻ. മറ്റത്രയും കാലം പ്രവർത്തിച്ചിരുന്ന ഓപ്ഷനുകൾ ശരിയല്ലെന്ന് അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹത്തിന്റെ നിലമ്പൂരിലെ സ്റ്റാൻഡിങ് എന്താണെന്നുള്ളതല്ലേ ചോദ്യം. അദ്ദേഹം കേരള കോൺഗ്രസിന്റെ വളരെ ശക്തനായിട്ടൊരു നേതാവായിരുന്നു. കേരള കോൺഗ്രസ് ബിയുടെ സംസ്ഥാന സമിതി അംഗമായിരുന്നു. ശരിയാണ്, ചുങ്കത്തറ മാർത്തോമ കോളേജും അതിന് ചുറ്റുപാടുള്ളൊരു കമ്മ്യൂണിറ്റി എന്നുണ്ട്. പക്ഷെ അത് നമ്മൾ ന്യൂമറിക്കലായി നോക്കിയാൽ താങ്കൾ പറയുന്ന പോലെ ശംഖു വളരെ വലിയ അല്ല, ചെറു ന്യൂനപക്ഷമാണ്. ഇനിയിപ്പോ മാർത്തോമക്കാരെല്ലാവരും NDAക്ക് വോട്ട് ചെയ്താൽ പോലും നിങ്ങളുടെ സ്ഥാനാർത്ഥി ജയിക്കില്ല. അല്ല, നോക്കൂ, ഞങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം വോട്ട് പ്രതീക്ഷിച്ചിട്ടല്ല. കേരളത്തിൽ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം ചില പ്രത്യേക വിഭാഗങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള മുനമ്പം വിഷയം. മുനമ്പം വിഷയം ഈ പറയുന്ന നിലമ്പൂർ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിൽ ഉടനീളമുള്ള ക്രിസ്ത്യൻ സഹോദരങ്ങൾക്കിടയിൽ വലിയ തരത്തിലുള്ള ആശങ്കയും രണ്ട് മുന്നണികളോടും വിപ്രതിപത്തി ഉണ്ടാക്കിയിട്ടുള്ള വിഷയമാണ്. 600 കുടുംബങ്ങളുടെ കാര്യത്തിൽ രണ്ട് മുന്നണികൾ എങ്ങനെയാണ് വഞ്ചനാപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ചത്? ഈ പറയുന്ന ഓപ്പറേഷൻ സിന്ദൂറിന്റെ കാര്യത്തിൽ കോൺഗ്രസ് ആവട്ടെ LDF ആവട്ടെ എടുത്തിട്ടുള്ള സമീപനം അത് ദേശസ്നേഹമുള്ള നിലമ്പൂരിനെ മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. മലപ്പുറം ജില്ലയിൽ നിലമ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അതിരാവിലെ വ്യായാമം ചെയ്യാൻ പോകുന്ന ആളുകളിൽ മുസ്ലിങ്ങളുടെ എണ്ണം കൂടുതലുണ്ട് എന്ന് കരുതിയിട്ട് അവരൊക്കെ തീവ്രവാദികളാണ്, അത് തീവ്രവാദ പരിശീലനമാണ് എന്നും പറഞ്ഞ ആവേശം കൊണ്ട് ഓരോന്ന് വിളിച്ചു പറഞ്ഞ് തടിയേടാക്കണ്ട, പണിയെടുക്കാതെ ജീവിക്കാൻ നോക്ക്. CPM-ന്റെ നിലപാട് അവർ പിൻവലിച്ചിട്ടുണ്ടോ? അപ്പൊ ആളുകളെ മുഴുവൻ തീവ്രവാദികളാക്കാനും വർഗീയവാദികളാക്കാനും സമൂഹത്തിൽ ഇസ്ലാമോഫോബിയ സൃഷ്ടിക്കാനും വേണ്ടി CPM കേരളത്തിൽ RSS-നേക്കാൾ വലിയ RSS ആയിട്ട് പണി നടത്തുന്നു. തൃശ്ശൂരിൽ BJP-യെ വിജയിപ്പിക്കാൻ വേണ്ടി കേരളത്തിലുടനീളം CPM-ഉം BJP-യും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള അന്തർധാര ഇന്ന് പൊതുസമൂഹത്തിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയാണ്. അത് തീർച്ചയായിട്ടും നിലമ്പൂരിലും സ്വാധീനിക്കും. ആണോ? ഭയങ്കര. ഞങ്ങൾക്ക് പിണറായി വിജയൻ സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളെ തെരുവിൽ വിചാരണ ചെയ്യാൻ കിട്ടിയ അവസരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ ഉപയോഗപ്പെടുത്തുന്നത്. മറുവശത്ത് BJP തെരഞ്ഞെടുപ്പ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ BJP സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ സാധ്യതയില്ല, ഞങ്ങൾ പരാജയപ്പെടും എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് സ്ഥാനാർത്ഥിയെ നിർത്താൻ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് പുറത്തു വന്നിരുന്നത്. സാധാരണയിൽ ഒരു പാർട്ടിയുടെ ഒരു നേതാവും പറയാത്ത ഒരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിൽ വ്യാപകമായിട്ട് വിമർശനം പാർട്ടിക്കകത്തുനിന്ന് മുന്നണിക്കകത്തുനിന്നുണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്. അതിനൊന്നും ഇല്ലേ? അപ്പൊ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഞാൻ അവർക്ക് ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്നൊക്കെ ആ മുന്നണിയുടെ താല്പര്യമാണ്. പക്ഷെ ഒരു കാര്യം പറയാം, ഇന്നലെ ഏതെങ്കിലും വിഭാഗത്തിന്റെ ഭാഗമായിട്ട് ആ പക്ഷത്തിന് വേണ്ടി സംസാരിച്ച ശേഷം ഇതൊരു നടക്ക് പോണ മാതിരില്ല, പിറ്റേന്ന് പോയി പിന്നെ അതല്ലെങ്കിൽ വേറൊരു പാർട്ടിയിൽ ചേർന്നതിനോ വേറൊരു നിലപാട് സ്വീകരിക്കുന്നത് പോലെയല്ല. രാവിലെ ഒരു പാർട്ടിയുടെ ഭാഗമായിരുന്ന ഒരാളെ ആ പാർട്ടിയിൽ നിന്ന് രാജിവെപ്പിക്കാതെ കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കുന്നത്. പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഈ നിലമ്പൂരിന്റെ ഒരു പാരമ്പര്യമുണ്ട്. നിലമ്പൂരിലെ ഞാൻ നേരത്തെ പ്രവർത്തിച്ചിരുന്ന പാർട്ടി എന്നുള്ള എനിക്ക് കൃത്യമായിട്ട് അറിയാം. വളരെ ആഴത്തിലുള്ള സംഘപരിവാറിന്റെ പ്രവർത്തനം ഉണ്ടായിട്ടുള്ള പ്രദേശമാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. അപ്പൊ ആ പ്രദേശത്ത് ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുമ്പോൾ മറ്റൊരു പാർട്ടിയിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് കൊണ്ടുവരേണ്ട ഗതികേട്ടിലേക്ക് BJP എത്തിയിട്ടുണ്ടെങ്കിൽ അതിന് പുറകിൽ CPM-ഉമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണെന്ന് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്യുജ്വലമായ വിജയം നേടാൻ പോവുകയാണ്. നിങ്ങൾ ഇങ്ങനെ ആഗ്രഹിക്കേണ്ട, അഭിലാഷിന് ആഗ്രഹം ഉണ്ടാകാം, ഒന്ന് സ്വരാജ് ജയിച്ച് കണ്ടിരുന്നെങ്കിൽ ഒരു ആഗ്രഹം ഉണ്ടാകാം, പക്ഷെ അതൊന്നും നിലമ്പൂരിൽ നടപ്പാകാൻ പോകുന്നില്ല. വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, നിങ്ങൾ പാലക്കാട് സരിന് വേണ്ടി അത്യധ്വാനം ചെയ്തതുപോലെ പുതുപ്പള്ളിയിലും അതുപോലെ തൃക്കാക്കരയിലും ഒക്കെ ഇടതുപക്ഷത്തിന് വേണ്ടി കേരളത്തിലെ ഒരു വിഭാഗം മാധ്യമ പ്രവർത്തകർ അത്യധ്വാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അതുപോലെ നിങ്ങൾ വെറുതെ വെള്ളം കോരുകയാണ്. ഈ വേണ്ടാത്ത കാര്യങ്ങൾ പറയല്ലേ. ഉജ്ജ്വലമായ വിജയം സംഭവിക്കാൻ പോകുന്നത് എന്ന് ചോദിച്ചതേ ഉള്ളൂ. അത് അപ്പുറത്തെ കൂട്ടരോട് വേണ്ട, വെറുതെ കഷ്ടപ്പെടണ്ട.
എവിടുന്ന് കിട്ടിയാണോ ഇയാളെ? ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ. ഞാനിപ്പോ ആർക്ക് വേണ്ടിയിട്ട് അധ്വാനം നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. രണ്ടു കൂട്ടരും ജനാധിപത്യമല്ലേ, രണ്ടു കൂട്ടരല്ല 4 കൂട്ടർ. ആർക്കാണോ ജനങ്ങളുടെ വോട്ട് കിട്ടുക ജയിക്കാൻ വേണ്ടി മാത്രം നടന്ന പോരാട്ടമാണ്. ഓക്കെ, ജയിക്കട്ടെ. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുന്നിലുള്ള നിലവിലെ സാഹചര്യം വെച്ചുകൊണ്ട് അതൊരു ചതുഷ്കോണ മത്സരമാണ്. 4 പാർട്ടികൾ പങ്കെടുക്കുന്ന മത്സരമാണ്. ഇതിന്റെ സാഹചര്യങ്ങൾ ഇപ്പോഴും ഒരു തിരിഞ്ഞു വന്നിട്ടില്ല. നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്നു 5-ാം തീയതിക്കുള്ളിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പിന്റെ ശരിയായിട്ടുള്ള ചിത്രം പുറത്തു വരൂ എന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരി. കാരണം PV അൻവറിന്റെ കാര്യത്തിൽ ഇപ്പോഴും വ്യക്തത ഉണ്ടായിട്ടില്ല. PV അൻവറുമായിട്ട് ഒരു ചർച്ചയും ഇനി ഇല്ല എന്ന് VD സതീശൻ പറഞ്ഞതിന് ശേഷമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തെ വീട്ടിൽ പോയി കണ്ടത്. എവിടെ പോണു? വെള്ളം കുടിക്കും. അത് അവർ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് PV അൻവറെ അനുരഞ്ജനത്തിലൂടെ തങ്ങളുടെ പാളയത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമെന്നും ഒരുപക്ഷെ PV അൻവർ പത്രിക പിൻവലിക്കുന്ന സാഹചര്യം ഉണ്ടാവും എന്നുള്ളതാണ്. ആ ശ്രമത്തിൽ UDF ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ശബരിമല പ്രക്ഷോഭത്തിന്റെ സമയത്ത് ശബരിമലയിലെ ആചാരങ്ങളെ നിലനിർത്തണമെന്ന് വാദിച്ചിരുന്ന ഒരു പക്ഷവും ആചാരങ്ങളെ പരിഷ്കരിക്കണമെന്ന് വാദിച്ചിരുന്ന ഒരു പക്ഷവുമുണ്ട്. ഈ രണ്ട് പക്ഷങ്ങളും തമ്മിൽ വളരെ ശക്തമായിട്ടുള്ള വാദപ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പക്ഷങ്ങളെല്ലാം ഏറ്റവും മുതിർന്ന ആളുകളെ വിമർശിച്ചതിന് ശേഷവും ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ അതിനുള്ളിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അന്ന് ഈ പറയുന്ന വിമർശകരെ മുഴുവൻ വിളിച്ചിട്ട് സംഘവയസ് എത്രയാണെന്ന് ചോദിച്ചിരുന്ന, സംഘാദർശം എന്താണെന്ന് പഠിപ്പിച്ചു കൊടുത്തിരുന്ന ആളുകൾ തങ്ങൾക്ക് സീറ്റ് കിട്ടിയില്ല എന്നുള്ള കാര്യം പറഞ്ഞ് രാത്രിക്ക് രാത്രി വേറെ പാർട്ടിയിലേക്ക് പോയിട്ടുണ്ട്. പക്ഷേ പ്രസ്ഥാനത്തിനുള്ളിൽ ഉറച്ചു നിന്നിട്ട് അന്ന് വിമർശനം ഉന്നയിച്ച ആളുകൾ അതേ ആദർശത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുകയാണ്. മരണം വരെയും അവർ മറ്റൊരു പാർട്ടിയിലേക്കോ മറ്റൊരു സംഘത്തിലേക്കോ പോയില്ല എന്നുള്ള ഉറപ്പുണ്ട്. ആ ഉറപ്പിന്റെ പേരാണ് നിലപാട്. ആ നിലപാടെടുക്കാനുള്ള ആർജവത്തിന്റെ പേരാണ് ആദർശ ശുദ്ധി. അത് എല്ലാവർക്കും മനസ്സിലായിക്കൊള്ളുന്നില്ല. ശരി, ബുദ്ധനാണ് സത്യം. ഞാൻ ആ വ്യാളി തലതല്ലി ചാവും. പക്ഷെ ഞങ്ങൾ ഒരുമിച്ച് പോകാൻ, അതായത് സൈദ്ധാന്തികമായിട്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടെങ്കിൽ പോലും ഞങ്ങൾ അങ്ങനെ ഒരുമിച്ച് പോകാൻ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ അല്ലെ അങ്ങനെ തീരുമാനം എടുത്തു. അതാണ് നിലപാട് എന്നാണ് പറഞ്ഞത്. നിലപാടുകൾ ഇങ്ങനെ ഉറച്ചതും മാറാത്തതുമാണ് എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അത് അടിമത്തമാണ്. ചാടി എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി 2 റൗണ്ട് ഓടി ഒന്ന് പോടോ. ആ അടിമത്തത്തിനും ചെരുപ്പ് നോക്കി കൊടുക്കാനും ഞാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അതിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുള്ളത്. കേൾക്കാൻ നല്ല രസമുണ്ട്. ഞാൻ പരസ്യമായി എന്റെ നിലപാട് പ്രഖ്യാപിച്ച് ഇറങ്ങി വന്ന് മറ്റൊരു പാർട്ടിയുടെ ഭാഗമായിട്ടാണ്. ഇതിങ്ങനെ എല്ലാ ചർച്ചകളിലും വന്ന് BJPയുടെ നേതാക്കൾ ചൊറിയാൻ വേണ്ടി പറയേണ്ട ഒരു കാര്യമില്ല. കാലം കുറേയായി ഭാരതപ്പുഴയിൽ ഒരുപാട് വെള്ളം അതിന് ശേഷം ഒഴുകിപ്പോയി. നിങ്ങൾക്ക് ഇതിങ്ങനെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ കഴിവുകേട് എന്ന് എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ വീണ്ടും തുടർച്ചയായിട്ട് പറയേണ്ടി വരുന്നത്. സമാധാനപരമായിട്ട് ഇത് തീരില്ല. സമാധാനപരമല്ലാത്ത വഴി കയ്യിലുണ്ടോ? നോക്കൂ, രാത്രിക്ക് രാത്രി സ്ഥാനം കിട്ടാത്തതിന്റെ പേരിൽ കൂറുമാറിയതിന്റെ കളങ്കം തീർക്കാൻ ഒരു പാർട്ടിയിൽ മുന്നേ ഉണ്ടായിട്ടുള്ള, ഒരു സംഘടനയ്ക്കുള്ളിൽ മുൻപേ ഉണ്ടായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ ആളുകളെ പരിഹസിച്ചാൽ മതിയാവും എന്ന് അദ്ദേഹം വെറുതെ ധരിക്കുകയാണ്. ഈ പറഞ്ഞതിന് വേറൊരർത്ഥം ഇല്ലേ? ശബരിമല കർമ്മസമിതിയാണ് ശബരിമല ആചാര പരിഷ്കരണത്തിനെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള സമരം കേരളത്തിൽ നടത്തിയത്. ആ സമരത്തിൽ ഈ പറയുന്ന അന്ന് ഓൺലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദപ്രതിവാദം നടത്തിയിരുന്ന 2 കൂട്ടരും ഒന്നിച്ചുണ്ടായിരുന്നു. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. അന്ന് ഇവരെക്കാൾ വലിയ സൈദ്ധാന്തികനായി ചമഞ്ഞുകൊണ്ട് ഇവരെല്ലാം വിളിച്ചുകൊണ്ട് സംഘത്തിന്റെ ആദർശം പ്രസംഗിച്ചിരുന്ന ആളുകളാണ് ഒരു രാത്രി തനിക്ക് ഒരു സ്ഥാനം കിട്ടിയില്ല എന്നുള്ളതിന്റെ പേരിൽ നേരെ കൂറുമാറിയിട്ട് മറ്റൊരു പ്രസ്ഥാനത്തിലേക്ക് പോയത്. നിർത്തിയങ്ങ് അവമാനിക്കുവാണെന്നേ. അത് നിലപാടാണ്, അത് ആർജവമാണ്, അത് അടിമത്തമില്ലായ്മയാണെന്ന് പറയരുത്. അങ്ങനെയാണെങ്കിൽ ആദ്യം പോസ്റ്റ് ഇടുന്ന സമയത്ത് BJPക്ക് വിജയാശംസ നേരുകയും ഒരു നേതാവിനോടുള്ള വ്യക്തിപരമായിട്ടുള്ള വിഷമം മാത്രമേ തനിക്കുള്ളൂ എന്ന് പറയുകയും, എന്നാൽ മറ്റൊരു പാർട്ടിയിലേക്ക് പോയതിനു ശേഷം ഈ വിജയാശംസ നേർന്ന പാർട്ടിയെ തന്നെ തള്ളി പറയുകയും ചെയ്യില്ല. പറഞ്ഞിട്ടില്ല. ആദ്യത്തെ പോസ്റ്റ് എടുത്ത സമയത്ത് തന്റെ അമ്മ സംഘത്തിന് കാര്യാലയം നിർമ്മിക്കാൻ വേണ്ടി ഭൂമി നീക്കി വെച്ചിട്ടുണ്ട്, അത് ഇപ്പോഴും കൊടുക്കാൻ തയ്യാറെന്ന് പറയുകയും കൂറുമാറിയതിനു ശേഷം ഞാൻ സംഘത്തിന്റെ ആദർശത്തെയും സംഘത്തിന്റെ പ്രചാരകന്മാരെയും മുഴുവൻ തള്ളി പറയുന്നു എന്ന് പറയില്ല. നിങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥാനം കിട്ടുമോ എന്ന് പരീക്ഷിക്കുന്നിടത്തോളം കാലം ഇതിന് തള്ളി പറയാതിരിക്കുകയും ഇതിനെ എല്ലാത്തിനെയും സ്വീകരിക്കുകയും ചെയ്തിരുന്നു. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? നിങ്ങൾക്ക് മെച്ചപ്പെട്ടൊരു പ്ലേസ്മെന്റ് കിട്ടിയ സമയത്ത് നിങ്ങൾ അന്നോളം അനുവർത്തിച്ച് വന്നിട്ടുള്ള എല്ലാ ആദർശങ്ങളും നിങ്ങൾ തള്ളി പറഞ്ഞു. ആ നിലപാടിന്റെ പേരാണ് കൂറുമാറ്റം. അതിന്റെ പേരാണ് നിലപാടില്ലായ്മ. അത് ആർജവമാണ്, അടിമത്തമില്ലായ്മയാണെന്ന് പറയരുത്. അങ്ങനെയല്ല ഒരു സംഘടനയ്ക്കുള്ളിൽ നടക്കുന്ന ആഭ്യന്തരമായിട്ടുള്ള കലഹം. ആ കലഹത്തിന് ശേഷം ആ കലഹത്തിലെ 2 പക്ഷവും ആ സംഘത്തിനുള്ളിൽ തന്നെയാണ്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല. വാ, ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.